ഫസൽ ഗഫൂർ, വോട്ടുകളുടെ ആരോപണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് മറുഭാഗത്ത് ഒഡീഷയിൽ വീണ്ടും ഈ വൈദികർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന വാർത്ത വരുന്നത്. ഒരു ഭാഗത്ത് മതേതരത്വം അട്ടിമറിക്കപ്പെടുന്നു, മറ്റൊരു ഭാഗത്ത് ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലായ തിരഞ്ഞെടുപ്പ്, നമ്മളുടെ രാഷ്ട്രീയ അവകാശം അത് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ രാജ്യത്ത് രണ്ട് സ്ഥാപനങ്ങൾ ദുർബലമായാൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടും. ഒന്ന് ഭരണഘടന സംരക്ഷിക്കുന്ന കോടതി, മറ്റൊന്ന് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവിടെ രണ്ടിനും ആ അർത്ഥത്തിൽ അപകടം സംഭവിച്ചിരിക്കുകയാണോ? ആ അർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യം അപകടത്തിലാണോ ഡോക്ടർ ഫസൽ ഗഫൂർ? അല്ല, ഞാൻ പെട്ടെന്ന് ആദ്യത്തെ പോർഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഈ പ്രക്രിയ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആദ്യം നമ്മൾ CAA ഉപയോഗിച്ചുകൊണ്ട് വടക്കിഴക്കൻ പ്രദേശങ്ങളിൽ, അതായത് ബംഗാളിൽ, ആസാമിൽ, അതുമാതിരിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് വോട്ടർമാരെ ലിസ്റ്റിൽ നിന്ന് എടുത്തു കളയാനായിട്ടുള്ള പ്രക്രിയ വന്നു ആദ്യം. അതിനെ എല്ലാവരും കൂടെ എതിർത്തു. എന്നാലും ആ പ്രക്രിയ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആസാമിലെ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ മുൻപന്തിയിലുള്ളത്. അതിനുശേഷം വരുന്നത് എന്താ വെച്ചാൽ, ഇലക്ഷൻ നിങ്ങളെല്ലാം പറഞ്ഞ മാതിരി തന്നെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഏക പ്രധാനമന്ത്രിയും അദ്ദേഹം തീരുമാനിക്കുന്ന ഒരു മന്ത്രിയും, ഏതെങ്കിലും വേറെ മന്ത്രിയുടെ പേര് പോസ്റ്റ് പോലും പറയുന്നില്ല, അദ്ദേഹം തീരുമാനിക്കുന്ന ഒരു മന്ത്രിയും കൂടെ എന്നൊരു വാക്കാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇലക്ഷൻ കമ്മീഷൻ വരുന്നു. ആ ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ സ്റ്റാഗർ ചെയ്യുന്നു. ഈ ഇലക്ട്രോണിക് മീഡിയയുടെ കാലഘട്ടത്തിലോ ഇലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? 1 മാസം 2 മാസം അതിൻ്റെ ഇടയിൽ ഭയങ്കര ഗ്യാപ്പുകൾ, കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആ തരത്തിൽ. പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് നമ്മുടെ ഇൻറ്റൻസീവായിട്ടുള്ള ഇത് പ്രക്രിയ മനസ്സിലായ, അതായത് ബീഹാറിലും മറ്റുള്ള, എന്നിട്ട് പറയുന്നു അതിൽ കണ്ടുപിടിക്കുന്ന എന്താണ്, ഏകദേശം 65 ലക്ഷമോ 75 ലക്ഷം വോട്ടർമാർ അവർ കാണുന്നില്ല അവർ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നു. 65 ലക്ഷം വോട്ടർമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ഇലക്ഷനിൽ ചിലപ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ 1 ലക്ഷം 2 ലക്ഷം വോട്ടറിനായിട്ടുള്ള ഭരണം മാറിയിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഇലക്ഷൻ തന്നെ നമുക്ക് എടുക്കാം, കഴിഞ്ഞ തവണത്തെ. അപ്പോൾ അതിനുശേഷം അപ്പോൾ അത് എല്ലായിടത്തേക്കും പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചാലഞ്ച് വരുന്നു സുപ്രീം കോർട്ടിൽ, ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചതിനെ പറ്റി ചാലഞ്ച്. അതേമാതിരി തന്നെ അതിപ്പോൾ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്നുണ്ട് കോടതിയിൽ. രണ്ടാമത് വരാൻ പോകുന്ന അതായത് ബീഹാറിലെ കാര്യത്തിൽ അദ്ദേഹം കോടതി ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ഈ ആധാർ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ വോട്ടർ ഐഡൻറ്റിറ്റി എടുത്തുകൊണ്ട് എന്താ തകരാറ്? ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം പിന്നീട് എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സംസ്ഥാനങ്ങളിലും വോട്ടുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുകയും അത് 5 മണിക്ക് ശേഷം കൂടുകയും ചെയ്തതായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ പ്രക്രിയയുടെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ളത്. പിന്നെ രാഹുൽ ഗാന്ധിയോട് ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇതിൽ പെർജൂറി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. കോടതിക്ക് ജയിലിൽ പിടിച്ചിടാവുന്ന ഒരു ഇതാണ്. അതായത് തെറ്റായിട്ടുള്ള ഒരു സംഭവം പ്രതിപക്ഷ നേതാവായാലും ആരായാലും അദ്ദേഹം ഉന്നയിച്ചാൽ, അതുകൊണ്ട് അതിന് പറ്റിയിട്ട് ഇനി തെളിവുണ്ടാക്കി വന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. ഇലക്ഷൻ കമ്മീഷൻ ധാർമ്മികമായിട്ട് ഇതിനൊരു ഉത്തരം പറയേണ്ടതാണ്. അപ്പോൾ ഇതാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വശം. മറ്റേ വശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമത്തെ പറ്റിയാണ്. അതിൽ ഞാൻ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എനിക്ക് ആ കാര്യത്തിലുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിരിവർഗക്കാരുള്ള മേഖലകളിൽ മനസ്സിലായില്ലേ, അതായത് നമ്മുടെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ, പിന്നെ വടക്ക് കിഴക്കൻ മേഘാലയ, മിസോറാം അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായ തോതിൽ മനസ്സിലെ ഈ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അത് പരിവർത്തനം നടത്താമെന്നുള്ള പ്രീച്ച്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എന്നൊരു വാക്കാണ് എൻ്റെ ഓർമ്മ ഭരണഘടന. യു ക്യാൻ പ്രൊപ്പഗേറ്റ് എന്നുള്ളത്. അതിൽ ഞാൻ അഭിപ്രായ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംഘടിതമായിട്ടുള്ള മതം മാറ്റം നമ്മൾ നടത്താൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഗിരിവർഗക്കാരുടെ ഇടയിലൊക്കെ നടക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഹിന്ദുത്വ ശക്തികൾ അതിനെ തടുക്കാൻ നോക്കും. അതിലെന്താ തെറ്റുള്ളത്? കാരണം ഈ ഗിരിവർഗക്കാർ അവർ ഹിന്ദുവല്ല, അവർ ക്രിസ്ത്യാനിയുമല്ല, മുസ്ലിമുമല്ല. അപ്പോൾ അവരെ മതം മാറ്റാനായിട്ട് ഏത് മതത്തിലുള്ള ആൾക്കാർ ശ്രമിച്ചാലും അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഏറ്റുമുട്ടലുകൾ അവിടെ ഉണ്ട്. ഒരേ വീട്ടിൽ തന്നെ ഏറ്റുമുട്ടലുണ്ട്. എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അർത്ഥം കന്യാസ്ത്രീകളെ ആക്രമിക്കുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കേരളത്തിൽ ഒരു നയമെടുക്കുകയും സഭ അത് വടക്കേ ഇന്ത്യ വരുമ്പോഴത്തേനും ഓടിപ്പടഞ്ഞ് ഇപ്പുറത്ത് വരികയും പിന്നീട് തിരിച്ച് പോയിട്ട് പറയാം അല്ലല്ല നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്ന് പറയാം. ആ ഇരട്ടത്താപ്പ് ശരിയല്ല. ചില സഭകൾ, എല്ലാ സഭകളൊന്നുമില്ല, ചില സഭകൾ. പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രൈസ്തവ മൂല്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള ഏത് വിഭാഗമായാലും
അത് പ്രൊട്ടസ്റ്റൻ്റ് ആയാലും എവാഞ്ചലിക്കലായാലും അത് ഏതായാലും അതെല്ലാം ക്രൈസ്തവർ ഒന്നായിട്ട് കാണണം. ഇത് ക്രൈസ്തവർക്ക് നേരെയുള്ള ഒരു അക്രമമായിട്ട് കാണണം. അങ്ങനെ വരുമ്പോൾ മനസ്സിലായില്ലേ, മറ്റു ന്യൂനപക്ഷത്തെ കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലായല്ലേ. അവർക്കെതിരായിട്ട് ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാം, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറയാം. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇതാ ഞങ്ങൾക്കെതിരായിട്ട് മറ്റൊരു ജിഹാദ് നടക്കണമെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സംയമനത്തിന് കൂടിയിട്ടാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്, മനസ്സിലായില്ലേ. അവരതിനെ ഒരു പൊളിറ്റിക്കലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഞാൻ പറയുന്ന ഈ വാക്കുകൾ പോലും അവരിൽ ഒരാളും വന്ന ചാനലിലുള്ളൊന്നും പറഞ്ഞ രീതി പറയാറില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുകയാണ് ഈ കാര്യത്തിനെ പറ്റിയിട്ട് എന്നുള്ളത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഞാൻ ഈ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണത്തെ ഞാൻ അപലപിക്കുകയാണ്. അതിനി രാംസേന എന്ന് പേരിടുകയോ ബജരംഗ് ദൾ എന്ന് പേരിടുകയോ അല്ലെങ്കിൽ എന്തായാലും വേണ്ട, ഗ്രാം സെയിൻസ് തൊട്ടിട്ട് താഴത്തോട്ടുള്ള ഈ അക്രമങ്ങളെല്ലാത്തിനും നമ്മൾ അപലപിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫസൽ ഗഫൂർ. Debate with Dr. Arun Kumar.